ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും ചെമ്പനീർ പൂവ് പുത്തൻ പ്രൊമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ ഒരു പ്രൊമോയിൽ നമ്മുടെ ചന്ദ്ര രണ്ടും കൽപ്പിച്ചാട്ടോ. ചന്ദ്ര പറയുന്നുണ്ട്, ഞാൻ ഇനി ഒരു വെള്ളമോ ഭക്ഷണമോ ഒന്നും കഴിക്കില്ല, ശ്രീകാന്ത് വരാതെ ഞാൻ ഇതൊന്നും ചെയ്യില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ രേവതി വന്ന് നമ്മുടെ ചന്ദ്രയോട് ഇങ്ങനെ പറഞ്ഞു നോക്കുന്ന ഭക്ഷണം കഴിക്കാൻ, പക്ഷെ രേവതി കൂട്ടാക്കുന്നില്ല. നമ്മുടെ രവീന്ദ്രൻ വന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്, പക്ഷെ കൂട്ടാക്കുന്നില്ല. പറയുന്നുണ്ട്, ശ്രീകാന്ത് വരാതെ ഞാൻ ഒരു തരി ഭക്ഷണം ഇവിടെ നിന്ന് കഴിക്കില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ രവീന്ദ്രൻ പറയുന്നുണ്ട്, ശരി ശ്രീകാന്ത് വരട്ടെ, പക്ഷെ എനിക്കൊരു ഒറ്റ കണ്ടീഷൻ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ സച്ചിക്ക് ആകെ കലിയായി. ശ്രീകാന്തിനെ തിരികെ വിളിക്കുന്നു, കണ്ടില്ലേ അച്ഛൻ്റെ ആ കണ്ടീഷൻ എന്താണ്, ഒന്ന് കേൾക്കട്ടെ എന്ന് പറയുമ്പോൾ നമ്മുടെ അച്ഛൻ പറയുന്നുണ്ട്, മധുസൂദനനും ഭാര്യയും കൂടെ ആ വർഷയെ ഇവിടെ കൊണ്ടുവന്ന് ആക്കണം, എന്നാൽ ഞാൻ അവരെ വീട്ടിൽ കയറ്റിക്കോളാം എന്നാട്ടോ ആ കണ്ടീഷൻ അച്ഛൻ്റെ. അപ്പൊ തന്നെ നമ്മുടെ സച്ചിക്ക് സന്തോഷം കൈ കൊട്ടുന്നുണ്ട്. ആഹാ അച്ഛാ പൊളിച്ച്, ഇതെന്തായാലും നടക്കാൻ പോകുന്നില്ലല്ലോ അല്ല. അപ്പൊ എന്തായാലും നമ്മുടെ സച്ചിക്ക് ഉറപ്പായി നമ്മുടെ ശ്രീകാന്തും വർഷയും വരാൻ പോകുന്നില്ല എന്ന്. കാരണം അവരൊരിക്കലും കൈപിടിച്ച് നമ്മുടെ വർഷയെ ഈ വീട്ടിലേക്ക് തിരികെ കൊണ്ടുവന്നാക്കില്ല എന്ന് നമ്മുടെ സച്ചിക്ക് നല്ല ഉറപ്പുണ്ട് അല്ലെ. അതിന് പിന്നാലെ നമുക്ക് കാണുവാൻ സാധിക്കും, നമ്മുടെ സച്ചി നമ്മുടെ രേവതിയെ എടുത്ത് പൊക്കിയിട്ട് നടുവൊക്കെ ആകപ്പാടെ പോയി കിളക്കുക. അപ്പൊ നമ്മുടെ രേവതി ആ ഒരു കാലുകൊണ്ട് ഇങ്ങനെ ചവിട്ടി ചവിട്ടി നമ്മുടെ സച്ചിയുടെ ആ ഒരു മുതുകി ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പൊ നമ്മുടെ സച്ചി ആണെങ്കിൽ ഇങ്ങനെ നിലവിളിക്കുന്നുണ്ട്, ആ ഈ എന്നൊക്കെ പറഞ്ഞ് നിലവിളിക്കുന്നുണ്ട്. അപ്പൊ ഈ നിലവിളി കേട്ട് നമ്മുടെ ചന്ദ്ര ആ ഒരു വാതിൽ ഇങ്ങനെ തുറന്നു നോക്കുമ്പോൾ നമ്മുടെ രേവതി നമ്മുടെ സച്ചിയിട്ട് പതുക്കവും പറഞ്ഞ ചവിട്ടുന്നൊരു രംഗം ആട്ടോ കാണുവാൻ സാധിക്കുന്നത്. ചന്ദ്രയ്ക്ക് അറിയില്ലല്ലോ ഇതിന്റെ പിന്നാമ്പുറത്തെ കഥകളും കാഴ്ചകളും ചന്ദ്രയ്ക്ക് അറിയില്ലല്ലോ. അപ്പൊ ചന്ദ്രയ്ക്കാണെങ്കിൽ ഇപ്പൊ സച്ചിയോട് വല്ലാത്തൊരു സ്നേഹമോ അല്ല, അപ്പൊ തന്റെ മകനെ ചവിട്ടി വേദനിപ്പിക്കുന്നു എന്ന് വിചാരിച്ച് നമ്മുടെ രേവതിയോട് നിർത്തടി എന്ന് പറഞ്ഞ് ഇങ്ങനെ പറയലും, നമ്മുടെ രേവതി സച്ചി ഒറ്റ പൊങ്ങുന്നതും രേവതി കട്ടിൽമേലോട്ട് മലർന്നും കെട്ടി വീഴുന്നതുമായിട്ടുള്ള ഒരു രസകരമായിട്ടുള്ള ഒരു നിമിഷങ്ങൾ തന്നെയാണ് നമുക്ക് പ്രൊമോയ്ക്ക് ഒടുവിൽ കാണുവാൻ സാധിക്കുന്നത്. ഇനി അവിടെ എന്തൊക്കെ പൊട്ടിത്തെറികളാകുമോ നടക്കാൻ പോകുന്നതെന്ന് കണ്ടു തന്നെ അറിയണം കേട്ടോ. അപ്പൊ എന്തായാലും കാത്തിരുന്ന് കാണും. അപ്പൊ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.